വലൈക്കും വറഹ്മത്തുള്ളാ. നാളത്തെ +2 പരീക്ഷയുടെ വിഷയമാണ് നമ്മൾ എടുക്കുന്നത്. നാളത്തെ ഫിഖ് പരീക്ഷ +2വിൻ്റെ സിൽ ബിമാ യുനാസിബ്, യോജിച്ചത് ചേർത്തി കൊടുക്കാനുണ്ടാവും നാളത്തെ പരീക്ഷയിൽ. അപ്പോൾ നമുക്ക് പറയാം, റദ്ദു സായിലി ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കുന്നവനെ മടക്കൽ. അള്ളാഹിനെ കൊണ്ട് ഒരാൾ ചോദിച്ചു, അള്ളാഹു ആണ് എനിക്ക് തരണമെന്നൊരാൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് കൊടുക്കാതെ അവനെ മടക്കി വിട്ടാൽ ആ മടക്കി വിടൽ മക്റൂഹുൻ, കറാഹത്താണ്. അള്ളാഹിനെ കൊണ്ട് ചോദിച്ചവനെ മടക്കൽ മക്റൂഹുൻ, കറാഹത്താണ്. വമൻകാല ലാനത്തുല്ലാഹി അലാ കുല്ലി ആലിമിൻ, എല്ലാ പണ്ഡിതന്മാരുടെ മേലും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ, ലാനത്തുണ്ടാവട്ടെ എന്നൊരാൾ പറഞ്ഞാൽ എന്താണ്? ഫഹുവ മുർത്തദ്ദുൻ, അവൻ മുർത്തദ്ദാണ്, മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ്. തവക്കൽ അദിനാസി ഉറഫൻ, സാധാരണയിലെ മ്ലേച്ഛമായ കാര്യങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മുറുവത്തു, അത് മാന്യതയാണ്. വതൽഗു ദഅവ, വാദം പൊളിഞ്ഞു പോകും, വാദം നിരർത്ഥകമാകും, നിലനിൽക്കാതെയാകും. എപ്പോൾ? ബി തനാക്കുദിൻ, വൈരുദ്ധ്യങ്ങളെ കൊണ്ട്. ഇനി റദ്ദ് മുസ്തമിൽ ഖുതുബത്തി സലാമ അലൈഹി, റദ്ദു മുസ്തമിൽ ഖുതുബത്തി, ഖുതുബ ശ്രമിക്കുന്നവൻ മടക്കുക, അവൻ്റെ മേൽ സലാം പറഞ്ഞാൽ അവൻ മടക്കുക. അപ്പോൾ ഖുതുബ ശ്രദ്ധിക്കുന്നവനെ, കേൾക്കുന്നവനോട് സലാം പറഞ്ഞാൽ ആ കേൾക്കുന്നവൻ സലാം മടക്കുന്നതിൻ്റെ വിധി വാജിബ്, നിർബന്ധമാണ്. അൽ ഖിയാമ ബി ഇൽമി മാലാ ബുദ്ദ ലഹു മിൻ ഇൽമിൻ ശറഈ, മതപരമായ വിജ്ഞാനത്തിൽ നിന്ന് അനിവാര്യമായ വിജ്ഞാനത്തെ നിലനിർത്തൽ ഫർദു ഐനിൻ, അത് ഫർദ് ഐനാണ്. മതപരമായ വിജ്ഞാനങ്ങളിൽ നിന്ന് നിർബന്ധമായ വിജ്ഞാനത്തെ നിലനിർത്തൽ, അത് നിലനിർത്തൽ ഫർദ് ഐനാണ്. ഇനി ചിലപ്പോൾ ഉണ്ടാവും ശരിയിടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. തഹ്കീം ഇത്നൈനി റജുലൻ അഹ്ലലിൽ ഖലാഇ, ഖലാഇന് അർഹനായൊരു വ്യക്തിയെ രണ്ടാളുകൾ തഹ്കീമാക്കുക. രണ്ടാളുകൾ ഖലാഇന് അർഹതയുള്ള ഒരാളെ തഹ്കീമാക്കൽ അനുവദനീയമാണ്. ജായിസുൻ എന്നാണ്, ജായിസാണ്. വമൻ മാത ബിലാ ഖിതാനിൻ, ഖിതാൻ ചെയ്യപ്പെടാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ലാ യുഖ്തനു, അയാൾ ഖിതാൻ ചെയ്യാൻ പാടില്ല. ഇനി അദ്ദഫ്വൻ ഖത്ലി ഹയവാനിൻ മുഖ്തനിമിൻ, ഒരു വന്ദിക്കപ്പെടുന്ന ജീവിയെ കൊല്ലുന്നതിനെ പ്രതിരോധിക്കുക. അറുത്ത് തിന്നാം, പക്ഷേ വന്ദിക്കപ്പെടുന്നൊരു ജീവിയെ കൊല്ലുന്നതിനെ പ്രതിരോധിക്കൽ, കൊല്ലുമ്പോൾ അതിനെ പോയി തടയൽ വാജിബ്, നിർബന്ധമാണ്. വമൻ സറക്ക ഖാമിസൻ, അഞ്ചാമതും ഒരാൾ കട്ടാലോ യു അസ്സറു, അയാളെ തഅസീർ എടുക്കപ്പെടണം. ഇനി മൂന്നാമത് കട്ടാലോ രണ്ടാമത് കട്ടാലോ അതൊക്കെ നമ്മൾ പഠിക്കണം. അൽ ഹുദൂദു, ഹദ്ദുകൾ ഏതൊക്കെയാണ്? ഹദ്ദുകൾ എത്രണ്ണമാണ്? അർബഅത്തുൻ, ഹദ്ദുകൾ 4 എണ്ണമാണ്. 4 വിധ ശിക്ഷ ഉണ്ട് അല്ലേ? 4 ശിക്ഷകൾ, 4 കാര്യങ്ങൾക്കുള്ള. സിനക്കുള്ള ഹദ്ദ് അല്ലേ, സിന ആരോപിക്കപ്പെട്ടാലുള്ള ഹദ്ദ്, കള്ളുകുടിയുടെ ഹദ്ദ്, ഇങ്ങനെ 4 ഹദ്ദുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇനി അർക്കാൻ ഖിസാസി, ഖിസാസിൻ്റെ റുക്കിനുകൾ എത്രണ്ണമാണ്? ഖിസാസിൻ്റെ റുക്കുകൾ തലാത്തത്തുൻ, 3 എണ്ണമാണ്. ഇനി നക്തബുൽ അഹ്കാമി, വിധി പറഞ്ഞാൽ മതി. അൽ ഖിതാനിൽ ഉൻസ, സ്ത്രീയെ ഖിതാൻ ചെയ്യൽ, സ്ത്രീയെ ഖിതാൻ ചെയ്യൽ വാജിബ്, നിർബന്ധ. സ്ത്രീയായാലും പുരുഷനായാലും നിർബന്ധ. അത്തദാവീബിൽ അഫിയൂൻ, അഫിയൂൻ എന്ന ലഹരി പദാർത്ഥം കൊണ്ട് ചികിത്സിക്കൽ, അത് ജായിസാണ്. ചികിത്സിക്കൽ ജായിസ്. അൽ ഖിതാൻ ഖബല യൗമി സാബിഇ, 7-ാം ദിവസത്തിന് മുമ്പ് ഖിതാൻ ചെയ്യൽ, അത് മക്റൂഹുൻ, കറാഹത്താക്കപ്പെട്ട കാര്യമാണ്. തസ്കീബു അംഫിസ്വബിയത്തി, കുട്ടിയുടെ മൂക്കിന് ദ്വാരമിടൽ, അത് മൂക്കിന് ദ്വാരമിടൽ ഹറാമാണ്. അപ്പോൾ പിന്നെ കാതിന് ദ്വാരമിടലോ അത് അനുവദനീയമായിരിക്കും, ഞങ്ങൾ പഠിക്കണം. ഇർസാലു സലാമിലിൽ ഗായിബി, സ്ഥലത്തില്ലാത്ത ആൾക്ക് സലാം പറഞ്ഞയക്കുക, അത് സുന്നത്താണ്. ഇനി നുജീബ്, ഉത്തരം പറയാം. അഷഹാദത്ത് മാഹിയ, എന്താണ് സാക്ഷിത്വം? സാക്ഷി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്മാറു ഷഖ്സിൻ ബി ഹക്കിൻ അലാ വൈരിഹി ബിലഫ്ദി അഷ്ഹദു, അഷ്ഹദു എന്ന പദം ഉപയോഗിച്ച് മറ്റൊരാൾക്കുള്ള അവകാശത്തെ ഒരു വ്യക്തി പറയുക. അഷ്ഹദു എന്ന പദം ഉപയോഗിച്ച് മറ്റൊരാൾക്കുള്ള അവകാശത്തെക്കുറിച്ച് ഒരു വ്യക്തി പറയുക.
യഹ്സുൽ ഇസ്ലാം കുല്ലി കാഫിരിൻ ബിമ, എങ്ങനെയാണ് എല്ലാ കാഫിര്യങ്ങളും മുസ്ലിമായി തീരൽ എന്തുകൊണ്ടാണ്? എല്ലാ കാഫിര്യങ്ങളും മുസ്ലിമായി തീരുക എങ്ങനെയാണ്? അത് ബി തലഫുദ് ബി ഷഹാദത്തൈനി ഇൻകാന നാത്തികൻ, സംസാരശേഷിയുള്ളവനാണെങ്കിൽ 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കുക. ഇനി തന്നക്കതുൽ യമീന ബിമ, സത്യം പൊളിഞ്ഞു പോലെ ഒരാൾ സത്യം ചെയ്തു, ആ സത്യമായി തീരുന്നത് എന്തുകൊണ്ടാണ്? അത് ബിസ്മിൻ ഖാസിം ബില്ലാഹി ഔ സിഫത്തിൻ മിൻ സിഫാത്തിഹി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നാമങ്ങളെ കൊണ്ടും സിഫത്തുകളെ കൊണ്ടുമാണ് സത്യമായി തീരുക എന്ന് പറഞ്ഞാൽ, ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സത്യം ചെയ്യേണ്ടത്? അള്ളാഹിൻ്റെ പേരുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കൊണ്ടും. ഇനി ഷിബുഹു അംദിൻ, കരുതി കൂട്ടിയതിന് തുല്യമായത് എന്താണ്? ഷിബുഹ് അംദ്, അംദുണ്ട്, ഷിബുഹ് അംദുണ്ട്, അബദ്ധമുണ്ട്. അപ്പോൾ ഷിബുഹ് അംദ് എന്ന് പറഞ്ഞാൽ കസ്തുൽ ഫീലി വ ഷഖ്സി ബിമാലായുക്തലു ഗാലിബൻ, സാധാരണ കൊല്ലാൻ ഉപയോഗിക്കാത്തൊരു വസ്തു കൊണ്ട് ഒരു പ്രവൃത്തിയെയും ഒരു വ്യക്തിയെയും ഉദ്ദേശിക്കുക. അപ്പോൾ എന്താണ് അംദ് എന്ന് പഠിക്കേണ്ടി വരും, എന്താണ് അബദ്ധം എന്ന് പഠിക്കണം കേട്ടോ. അൽ കിസാസ് മാവു, എന്താണ് പ്രതികാരവധം എന്ന് പറഞ്ഞാൽ? ഐ എഫ് അല ബിൽ ഫായിലി മിഥുലു മാ ഫാല, പ്രവർത്തിച്ച ആളെ അതുപോലത്തത് കൊണ്ട് പ്രവർത്തിക്കുക. പ്രവർത്തിച്ചതുപോലത്തെ കാര്യം കൊണ്ട് എന്താണോ ഒരാൾ പ്രവർത്തിച്ചത് അതുപോലത്തത് അയാളിൽ പ്രവർത്തിക്കുക. അതാണ് കിസാസ്. യജിബുൽ കിസാസ് ഫിൽ അഅ്ളാഇ മത, എപ്പോഴാണ് അവയവങ്ങളിൽ പ്രതികാരക്രിയ നിർബന്ധമാകുന്നത്? ഒരാൾ അവയവം നശിപ്പിച്ചാൽ അതേപോലെ അയാളുടെ അവയവം നശിപ്പിക്കാം. അതെപ്പോഴാണ് നിർബന്ധമാകുന്നത്? ഹൈസു അംകന മിൻ ഗൈരി ദുൽമിൻ, അതിൽ ലുൽമ് അക്രമം വരാതിരിക്കാൻ സാധ്യതയുള്ളപ്പോൾ, ആ പ്രതികാരക്രിയ നടത്തുമ്പോൾ അതിൽ അക്രമം വരാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അക്രമം വരാതിരിക്കുന്ന അവസ്ഥയിൽ, അക്രമം വരാതിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അക്രമം വരുമെന്ന് സാധ്യത ഉണ്ടെങ്കിലോ പറ്റൂല. അപ്പോൾ അക്രമം വരാതിരിക്കൂല എന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ, ഇനി പൂരിപ്പിച്ച അർത്ഥം എഴുതണം. കുല്ലു മുസ്കിരിൻ, പൂരിപ്പിക്കുക എങ്ങനെയാണ്? ഖംറുൻ, ബാക്കി വകുല്ലു ഖംരിൻ ഹറാമുൻ. കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഡാഷ് അവസാനം പറയുന്നു ഹറാമുൻ. അപ്പോൾ എങ്ങനെയാണ്? വകുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംരിൻ ഹറാമുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്ന എല്ലാം കള്ളാണ്, എല്ലാ കള്ളും ഹറാമാണ്. ഇനി ലാ തുക്തൗ യദു ഡാഷ് ഫസാഇദ, ലാ തുക്തൗ മുറിക്കപ്പെടൂല, ലാ തുക്തൗ യദു കൈ മുറിക്കപ്പെടൂല. ഇനി പൂരിപ്പിക്കണം. സാരിക്കിൻ കള്ളൻ്റെ, ഇല്ലാ ഫി റുബഇ ദീനാരിൻ, ഒരു ദീനാറിൻ്റെ 4/1 ഫസാഇദ, അതിനേക്കാൾ കൂടുതലുള്ളതിലല്ലാതെ. ഇപ്പോൾ ഒരു ദീനാറിൻ്റെ 4/1 അതിൽ കൂടുതലോ കട്ടാലല്ലാതെ ഒരാളുടെ കൈ മുറിക്കപ്പെടൂല. ഒരു ദീനാറിൻ്റെ 4/1 അതിൽ കൂടുതലോ കട്ടാലല്ലാതെ കട്ടവൻ്റെ കൈ മുറിക്കപ്പെടൂല. ഇനി മൽഊനും മൻ സുഇല, ചോദിക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? പൂരിപ്പിക്കണം. ബി വജിഹില്ല, അള്ളാൻ്റെ വജുഹ് കൊണ്ട് ചോദിക്കപ്പെട്ടവൻ. സുമ്മ മന സായിലഹു, ആ ചോദിച്ചവനെ തടയുകയും ചെയ്തു. മാലയ്യസൽ ഹുജറൻ, അവൻ കുറ്റകരമല്ലാത്തതിനെ ചോദിച്ചു. അപ്പം എന്താണ്? ചീത്തയല്ലാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് ചോദിച്ചവനെ തടയുന്നവൻ എന്താണ്? ശപിക്കപ്പെട്ടവനാണ്. ചീത്തയല്ലാത്തൊരു കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് ചോദിച്ചവനെ തടയുന്നവൻ ശപിക്കപ്പെട്ടാണ്. മൽഊനൻ മൻ സുഇല ബി വജിഹില്ല, അള്ളാഹുവിൻ്റെ വജുഹ് കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, ഒരു തെറ്റല്ലാത്ത കാര്യത്തെ ചോദിച്ചിട്ട് അവനെ തടയുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഇനി ബയ്യൻ ഹദ്ദുൽ കദിഫി ലിൽ ഹുദ്ദി, സ്വതന്ത്രനുള്ള വ്യഭിചാരാരോപണത്തിൻ്റെ ശിക്ഷ 80 അടി. ഒരു സ്വതന്ത്രൻ മറ്റൊരാളെ വ്യഭിചാരാരോപണം നടത്തിക്കഴിഞ്ഞാൽ 80 അടിയാണ് ശിക്ഷ. ഹദ്ദു ഷുർബിൽ ലിർ റക്കീക്ക്, അടിമ കള്ളു കുടിച്ചാലുള്ള ശിക്ഷ 20 അടി. അപ്പോൾ സ്വതന്ത്രനോ 40 അടി. ഹദ്ദു സാനി മുഹ്സിൻ, വിവാഹിതനായ വ്യഭിചാരിയുടെ ശിക്ഷ അർറജ്മു ഹത്തായമുത്ത, മരിക്കുന്നത് വരെ എറിയുക. ഉക്തുബിൽ മാന അർത്ഥ സജ്റുൻ, ശക്തിയായി വിലങ്ങൽ. തഅ്സീറുൻ, ശിക്ഷിക്കൽ. ഹർബുൻ, ഓടൽ. അഖൂറുൻ, കടിക്കുന്നത്. ഇതാണ് നാളെ വരുന്ന
ഫിഖ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ ഒരു മോഡൽ കഴിഞ്ഞ വർഷത്തെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് ഉന്നത വിജയം കിട്ടും, യാതൊരു സംശയം